ഹായ്, ഇന്ന് നമ്മൾ നല്ല അടിപൊളി ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഗോതമ്പ് വെച്ചിട്ടുള്ള ഒരു ഹൽവയാണ് ചെയ്യുന്നത്. ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്നത്. വെറും മൂന്ന് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് എളുപ്പത്തിൽ തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നല്ല സോഫ്റ്റ് ആണ് ഈ ഹൽവ. പിന്നെ ഈ 3 ഇൻഗ്രീഡിയൻസ് നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവുന്ന ഒന്നായിരിക്കും. അപ്പോൾ എളുപ്പത്തിൽ തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. വീഡിയോയിലോട്ട് പോണേറ്റ് മുന്നേ എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശ്രുതീസ് കുക്കറിയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ കുറച്ച് ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കണം. അപ്പോൾ നമ്മളിവിടെ ഒരു 1/4 കപ്പോളം ശർക്കര എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ശർക്കരയിലോട്ട് ഒരു 1/4 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് ഫ്ലെയിം ഓൺ ആക്കിയിട്ട് നമുക്കിതൊന്ന് ഉരുക്കിയെടുക്കാം. അപ്പോൾ നമ്മളിങ്ങനെ ശർക്കര അളന്നെടുക്കാൻ വേണ്ടിയിട്ട് ഒരു കത്തി വെച്ചിട്ട് ചീകിയിട്ടാട്ടോ ഇങ്ങനെ ആക്കിയിരിക്കുന്നത്. കപ്പൊന്നുമില്ലെങ്കിൽ കുഴപ്പമില്ല, ചായ കുടിക്കുന്ന ഗ്ലാസ് ഒക്കെ എടുത്താലും മതി. അപ്പം പിന്നീട് എല്ലാ മെഷർമെൻറ്റും അതേ സെയിം ഗ്ലാസ്സിൽ തന്നെ എടുക്കാൻ നോക്കിയാൽ മതി. ശർക്കര ഇതുപോലെ ഒന്ന് ഉരുങ്ങി വരുന്ന സമയത്ത് തന്നെ നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കുക. പിന്നീട് കൂടുതൽ സമയം തിളപ്പിക്കുന്നു വരുത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് പിന്നീട് കട്ട പിടിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ബലം വെച്ച് പോകും. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഉരുകി വരുന്ന സമയത്ത് തന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. നമുക്കത് ജസ്റ്റ് ഒന്ന് ഉരുകി കിട്ടിയാൽ മതി. ഇനി ഒരു പാനിലോട്ട് ഒരു 4 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് കഴിക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള ആരാണെങ്കിൽ മറ്റേതെങ്കിലും റിഫൈൻഡ് ഓയിൽ എടുത്താൽ മതി. സൺഫ്ലവർ ഓയിൽ അങ്ങനെ എന്തെങ്കിലും എടുക്കുക. അപ്പോൾ എന്തായാലും നെയ്യിൻ്റെ ടേസ്റ്റ് ചിലപ്പോൾ അതിന് കിട്ടുന്നുണ്ടാവില്ല. അപ്പോൾ നെയ്യ് നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ അതിലോട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കാം. ഈ സ്റ്റെപ്പ് ഓപ്ഷനിലാണ്. ഇത് കൂടുതൽ റിച്ച് ആവണമെന്ന് വെച്ചാൽ, നന്നായിട്ട് ടേസ്റ്റ് കൂടണമെന്ന് വെച്ചാൽ വേണമെന്ന് വെച്ചാൽ ചെയ്താൽ മതി. നമ്മളിവിടെ ഒരു 15ഓളം ബദാമാണ് എടുത്തിരിക്കുന്നത്. അത് ചെറുതായിട്ട് കഷ്ണങ്ങളാക്കിയിട്ട് ഇതുപോലെ നുറുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് ഉണക്കമുന്തിരിയാണ്. അത് 1 ടേബിൾ സ്പൂൺ ആയിട്ട് എടുത്തിരിക്കുന്നത്. അളവുകളൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മാറ്റം വരുത്താം. അപ്പോൾ ഇതിന് പകരം നിങ്ങൾക്ക് അണ്ടിപ്പരിപ്പൊക്കെ ഇടാട്ടോ. അപ്പോൾ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ വറുത്ത് കോരിയതിന് ശേഷം നമുക്ക് ബാക്കി വന്നിട്ടുള്ള ഈ നെയ്യിലോട്ട് നമ്മളൊരു 1/2 കപ്പ് ഗോതമ്പ് പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. അതും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ കൈ എടുക്കാണ്ട് തന്നെ ഇളക്കിക്കൊണ്ടിരിക്കുക. നമ്മൾ വറുത്ത് വെച്ച മുന്തിരി ഒരെണ്ണം ഇതിലേക്ക് ചാടിയിട്ടുണ്ട് കേട്ടോ. അത് പിന്നീട് നമ്മൾ എടുത്തു മാറ്റുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ എന്തായാലും ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണം. പിന്നീട് ഇനി അങ്ങോട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാട്ടോ നമ്മൾ കുക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ നെയ്യിൽ കിടന്നിട്ട് ഈ ഗോതമ്പ് പൊടി ഏകദേശം ഒരു 4 മിനിറ്റോളം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മളൊന്ന് വറുത്തെടുക്കണം. പിന്നെ നമുക്ക് കുറേശ്ശെയായിട്ട് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഈ സമയത്ത് നോക്കുമ്പോൾ നെയ്യ് കുറച്ച് കുറവായിട്ടുള്ളതാണ് തോന്നി നോക്കുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ എല്ലാ നെയ്യും ഒരുമിച്ച് ഒഴിച്ചു കൊടുക്കാതെ ഈ സമയത്ത് നോക്കിയിട്ട് നമുക്ക് വേണമെന്ന് വെച്ച് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളൊരു 2 ടേബിൾ സ്പൂണും കൂടി നെയ്യും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് വീണ്ടും കൈ എടുക്കാണ്ട് തന്നെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചാൽ മതി. നമ്മൾ മീഡിയം ഫ്ലെയിമിലോ അങ്ങനെയൊക്കെ ആക്കി കഴിഞ്ഞാൽ ഗോതമ്പ് പൊടി പെട്ടെന്ന് മൂത്ത് പോവാനും പിന്നെ കരിഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇപ്പം ഇങ്ങനെ ഒരു പാകത്തിനായിട്ട് ഇരിക്കുന്നത്. ഇപ്പോൾ ഒരു 3/4 മിനിറ്റോളം നമ്മൾ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഇതിലോട്ട് ഒരു 1/2 ടേബിൾ സ്പൂണും കൂടി നെയ്യും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ നമ്മൾ മൊത്തത്തിൽ ഒരു 6.5 ടേബിൾ സ്പൂൺ നെയ്യായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ മുന്തിരി വറുത്തെടുക്കാനും പിന്നീട് നമ്മൾ ചേർത്ത് കൊടുത്തതെല്ലാം കൂടിയിട്ട് ഒരു 6.5 ടേബിൾ സ്പൂൺ ആണ് വരുന്നത്. അപ്പോൾ ടീസ്പൂണും ടേബിൾ സ്പൂണും ഒക്കെ തെറ്റി പോകാണ്ടിരിക്കാൻ നോക്കുക. പാചകത്തിൽ തുടക്കക്കാരായിട്ടുള്ളവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. ഒരു 3 ടീസ്പൂൺ എന്ന് പറയുന്നതാണ് 1 ടേബിൾ സ്പൂൺ. അപ്പോൾ നമ്മൾ വറുത്തെടുക്കണ ഈ 4 മിനിറ്റിൻ്റെ ഉള്ളിൽ കുറേശ്ശെയായിട്ട് ഇതുപോലെ നെയ്യ് ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇപ്പോൾ ഒരു 4 മിനിറ്റ് ആയിട്ടുണ്ട്. ഈ ഗോതമ്പ് പൊടിയുടെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. മാത്രമല്ല നല്ലൊരു മണവും വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്കിതിലോട്ട് നമ്മൾ നേരത്തെ തന്നെ ഉരുക്കി വെച്ചിട്ടുള്ള ശർക്കരപ്പാനി ഇല്ലേ, അതും കൂടി ചേർത്ത് കൊടുക്കാം. ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കുമ്പോൾ അരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ശർക്കരപ്പാനി ചേർത്ത് കഴിഞ്ഞാൽ പിന്നീട് ഇത് പെട്ടെന്ന് തന്നെ ആയി കിട്ടും. നമ്മൾ ശർക്കരപ്പാനി ഒഴിച്ചിട്ട് ഏകദേശം ഒരു 1.25 മിനിറ്റോളം ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഏകദേശം ഈ ഒരു പരിവായിട്ട് കിട്ടും. ആ ഒരു സമയത്ത് നമ്മൾ ഇതിലോട്ട് കുറച്ച് ഏലക്കായ പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂൺ ഏലക്കായ പൊടി ചേർത്ത് കൊടുക്കാം. പിന്നീട് നമ്മൾ ഈ സമയത്ത് തന്നെ നമ്മൾ നെയ്യിൽ വറുത്ത് വെച്ചിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കേണ്ട, നമുക്ക് പിന്നീട് അലങ്കരിക്കാനായിട്ട് കുറച്ചും കൂടി എടുത്ത് വയ്ക്കാം. എന്നിട്ട് ഞാനിപ്പോൾ കുറച്ചാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നമ്മൾ കൈ എടുക്കാണ്ട് തന്നെ വീണ്ടും ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പം അങ്ങനെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 1 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു പാകത്തിനായിട്ട് കിട്ടിയിട്ടുണ്ടാവുക. അതായത് അടിയിൽ ഇങ്ങനെ നോക്കുമ്പോൾ അടിയിൽ ഇങ്ങനെ മുരിഞ്ഞ പോലെ വന്നിട്ടുണ്ടാവും. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടി ഇങ്ങനെ മറിച്ചിടുമ്പോൾ കണ്ടില്ല, ഇങ്ങനെ അടിയിൽ ഇങ്ങനെ മുരിഞ്ഞ പോലെ ഇരിക്കുന്നുണ്ട്. അതിങ്ങനെ നന്നായിട്ട് ഉരുണ്ട് കൂടി വരുന്നുണ്ടാവും. ഇപ്പോൾ നോൺ സ്റ്റിക്ക് പാനൊക്കെ ആണെങ്കിൽ നമുക്ക് എളുപ്പമായിരിക്കും മനസ്സിലൊക്കെ ആക്കാനായിട്ട്. അപ്പോൾ ആ സമയത്ത് തന്നെ നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കുക. സമയമാണ് പറഞ്ഞത്. ഏകദേശം നമ്മൾ ആ ഏലക്കായപ്പൊടിയൊക്കെ ചേർത്ത് കൊടുത്തിട്ട് 1 മിനിറ്റോളം വീണ്ടും ഇളക്കി കൊടുത്തിട്ട് അപ്പോൾ പാകമായി കിട്ടിയിട്ടുണ്ടാവും. ആ സമയത്ത് ഫ്ലെയിം ഓഫ് ആക്കിയാൽ ഇത് റെഡി ആയിട്ടുണ്ടാവും.
മൊത്തം നമ്മൾ ശർക്കരപ്പാനി ഒഴിച്ചതിന് ശേഷം ഇളക്കിക്കൊണ്ടിരുന്നത് ഏകദേശം ഒരു 2.25 മിനിറ്റോളാണ്. അപ്പോൾ നമ്മൾ ഏകദേശം സമയത്തിൻ്റെ കാര്യമൊക്കെ പറയുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ആ ശർക്കരപ്പാനിയിലും പിന്നെ ആ ഗോതമ്പ് പൊടിയിലൊക്കെ മൂപ്പ് കൂടിയൊക്കെ പോയി കഴിഞ്ഞാൽ ഈ ഹൽവ നമ്മൾ പ്രതീക്ഷിക്കുന്ന ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ എനിക്ക് അബദ്ധം പറ്റിയിട്ടുണ്ടാകും. നിങ്ങൾക്ക് പറ്റാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഏകദേശം സമയമൊക്കെ നമ്മൾ എടുത്തത് പറയുന്നത്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് ശ്രദ്ധിച്ചുണ്ടാക്കി നോക്കിയാൽ ഈ ഹൽവ നല്ല ടേസ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കഴിക്കാൻ പറ്റും. പിന്നെ ഇതായോന്ന് നമുക്ക് വേറൊരു കാര്യം കൂടി ചെയ്ത് നോക്കാം. അതായത് ഇതിൽ നിന്ന് കുറച്ച് ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ കൈ വെച്ചിട്ട് ഒന്ന് ഉരുട്ടി നോക്കാം. ഇത് നല്ല ചൂടുണ്ട് കേട്ടോ. എന്നാലും നമ്മളിങ്ങനെ കുറച്ച് എടുത്തിട്ട് ഒന്ന് ഉരുട്ടി നോക്കുമ്പോൾ കൈ ഒന്നും ഒട്ടാണ്ട് ഇങ്ങനെ ഉണ്ടയാക്കിയിട്ട് നമുക്ക് ഇങ്ങനെ ഉരുട്ടിയെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ ഒരു പാകമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹലുവ റെഡിയായി. അതായത് വേറൊരു പാത്രത്തിലോട്ട് പകർത്താനായിട്ട് റെഡിയായി എന്നർത്ഥം. അപ്പോൾ നമ്മളിവിടെ ഒരു പാത്രം, അതായത് ഇത് ഒഴിച്ച് വയ്ക്കാനുള്ള പാത്രം നമ്മൾ എടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് നെയ്യ് തടവിയിട്ട് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് അതിൻ്റെ മുകളിൽ ഇട്ടോക്കാണ്. എന്നിട്ട് അതിൻ്റെ മേലോട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഹലുവയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് തന്നെ പരത്തി വയ്ക്കുക. അപ്പോൾ മുകൾ ഭാഗമൊക്കെ മിനുസാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു സ്പൂണോ അല്ലെങ്കിൽ എന്തെങ്കിലും മിനുസുള്ള സ്റ്റീൽ പാത്രത്തിൻ്റെ ഒരു ഭാഗം വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ വൃത്തിയാക്കിയിട്ട് എടുക്കാൻ പറ്റും. അപ്പം അങ്ങനെ നമ്മളത് ചൂടാറാൻ വെക്കുക. ചൂടാറിയതിന് ശേഷം നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് ഇത് പകർത്തി കൊടുക്കാം. അപ്പോൾ പിന്നീട് പകർത്തി കൊടുക്കുന്ന സമയത്ത് ഇത് പെട്ടെന്ന് വിട്ടുപോരാൻ ചാൻസ് ഉണ്ട്. ഇനി അഥവാ വിട്ടുപോകുന്നില്ലെങ്കിൽ അതിൻ്റെ സൈഡൊക്കെ ഒരു കത്തി വെച്ചിട്ട് ഒന്ന് അടർത്തി കൊടുത്തിട്ട് ഒന്ന് തട്ടിക്കൊടുത്താൽ മതി. പെട്ടെന്ന് തന്നെ നമുക്ക് വിട്ട് കിട്ടും. അപ്പോൾ ഈ ഗോതമ്പ് ഹൽവയ്ക്ക് വേറൊരു ടേസ്റ്റാണ്. നമ്മൾ സാധാരണ ഹൽവ കടയിൽ നിന്ന് വാങ്ങിച്ച് കഴിക്കുന്ന ടേസ്റ്റ് അല്ല. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. ഇതുപോലെ തന്നെ ചെയ്തിട്ട് ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. പിന്നെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അത് ഞാൻ വെറുതെ പറയല്ല. ഏകദേശം ഒരു 15-16 മിനിറ്റ് കൊണ്ട് നമുക്കിത് എന്തായാലും റെഡിയാക്കി എടുക്കാം. എല്ലാ പണികളും ഉൾപ്പെടുത്തിയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്തേക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല കേട്ടോ. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ കമൻസ് ഒക്കെ അറിയിക്കുക. വീണ്ടും നമുക്ക് നല്ല റെസിപ്പിയിലൂടെ കാണാം. അതുവരെ നിങ്ങളെല്ലാവരും നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് ഹെൽത്തി ആയിട്ട് സന്തോഷമായിട്ടിരിക്കുക. വീണ്ടും കാണുന്നവരെ ബൈ.